ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഒരു സൈക്കിളിൽ കൊണ്ടുപോകുന്ന ആ പഴയ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണുമ്പോൾ തമാശയായി തോന്നാം, അല്ലെങ്കിൽ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ ഇസ്രോ ഇങ്ങനെ ചെയ്തതിന് പിന്നിൽ ഒരു മാസ് ബുദ്ധിയുണ്ട്. 1975 ഇന്ത്യ ആര്യഭട്ട വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സമയം സാറ്റലൈറ്റിലെ സെൻസറുകൾക്ക് ഭൂമിയിലെ സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കണമായിരുന്നു. ഇതിനായി സാറ്റലൈറ്റ് വായുവിൽ ഉയർത്തി നിർത്തണം. സാധാരണയായി ഇതിന് വലിയ ട്രക്കുകളോ മെഷീനുകളോ ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അവിടെയാണ് പ്രശ്നം: വൈബ്രേഷൻസ്. അക്കാലത്തെ ട്രക്കുകളുടെ എഞ്ചിൻ ഉണ്ടാക്കുന്ന ചെറിയ വിറയലുകൾ പോലും സാറ്റലൈറ്റിലെ അതിസൂക്ഷ്മമായ സെൻസറുകളെ ബാധിക്കുമായിരുന്നു. കാന്തിക തടസ്സങ്ങളില്ലാത്ത, കുലുക്കമില്ലാത്ത ഒരു വഴി ശാസ്ത്രജ്ഞർക്ക് വേണമായിരുന്നു. അവർ കണ്ടെത്തിയ പരിഹാരമായിരുന്നു ഒരു സാധാരണ സൈക്കിൾ. സൈക്കിളിൽ സാറ്റലൈറ്റ് വെച്ച് പതുക്കെ തള്ളിക്കൊണ്ടുപോയപ്പോൾ എഞ്ചിന്റെ കുലുക്കമോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ കൃത്യമായി ഡേറ്റ ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് പണമില്ലാത്തതുകൊണ്ടായിരുന്നില്ല, മറിച്ച് ബുദ്ധിപരമായ ഒരു എഞ്ചിനീയറിംഗ് നീക്കമായിരുന്നു. ആ സൈക്കിൾ യാത്ര നൽകിയ ആത്മവിശ്വാസത്തിലാണ് ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇന്ത്യ ചൊവ്വയിലും ചന്ദ്രനിലും എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം ആ സൈക്കിളിൽ നിന്നായിരുന്നു. ലോകം മാറ്റാൻ കോടിക്കണക്കിന് രൂപയുടെ ലാബ് വേണമെന്നില്ല, ചിലപ്പോൾ ഒരു സൈക്കിളും വലിയൊരു ആശയവും മാത്രം മതി.